സംഘടനാപരമായിട്ട് ദൗർബല്യം പലയിടത്തും പാർട്ടിക്കുണ്ട്. അത് തൃശ്ശൂർ മാത്രമല്ല, തിരുവനന്തപുരത്തും കണ്ടല്ലോ. തിരുവനന്തപുരത്ത് 15,000 വോട്ടിനാണ് തെരൂര് ജയിക്കുന്നത്, 1700 വോട്ടിനാണ് അടൂർ പ്രകാശ് ജയിക്കുന്നത്. അപ്പൊ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം പാർട്ടിക്കുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഇങ്ങനൊരു സാഹചര്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു കോട്ടം തന്നെയാണ്. അതിനേതെങ്കിലും വ്യക്തികളെയോ നേതാക്കളെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതെങ്ങനെ മറികടക്കാന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. സുരേഷ് ഗോപി അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത ഒരു പ്രശ്നമുണ്ട്. കാരണം ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തനം, പ്രത്യേകിച്ച് വോട്ട് ചേർത്തു, ഇതൊന്നും നേതാക്കൾ, പ്രത്യേകിച്ച് ജില്ലയിലുള്ള നേതാക്കൾ നേരത്തെ അറിയുക, അതിനുള്ള പ്രവർത്തനങ്ങൾ അവരോട് ഉണ്ടാവരുത്. അല്ല, അതിലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും ഒരു പാഠമുണ്ട്. ഞങ്ങൾ ഇത്രയും കാലം നമ്മുടെ പൊതുസമൂഹത്തിൽ ഇന്ന് വീടുകളുടെ എണ്ണം കുറയുകയും ഫ്ളാറ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. പലപ്പോഴും പല ഫ്ളാറ്റുകളിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവേശനം ഇല്ലാതെ ഒരു ഫ്ളാറ്റിൽ ചെന്ന് അഭ്യർത്ഥന കൊടുക്കാൻ ചെല്ലുകയാണ്, നിങ്ങളിവിടെ വെച്ചിട്ട് പോയിക്കോളൂ, ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾ വന്നു എന്ന് പറഞ്ഞു. അതൊക്കെ ഭാവിയിൽ പുനഃപരിശോധിക്കും. ഇവിടെ ഈ 50,000 പരം വോട്ട് ചേർത്തു എന്ന് BJPക്കാർ തന്നെ സമ്മതിക്കുന്നു. അത് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, പൊതുസമൂഹത്തിൽ വന്ന മാറ്റമനുസരിച്ച് ഈ വോട്ട് ചേർക്കുന്നതിൽ പല കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ടതുണ്ട്. പിന്നെ 34 ബൂത്തുകളിൽ ഈ റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിട്ടതുണ്ടല്ലോ 17A, 34 ബൂത്തുകളിൽ കണക്ക് ശരിയായിരുന്നില്ല. ഞങ്ങൾ അവസാനം പരിശോധിച്ചു. അതിലൊക്കെ ജാഗ്രത കുറവ് ഉണ്ടായി, വീഴ്ചയുണ്ടായി. ഈ നേരത്തെ കെ കരുണാകരൻ പരാജയപ്പെട്ട സ്ഥലമാണ്, നേരത്തെ രാഹുലും പരാജയപ്പെട്ടിട്ടുണ്ട്, വീണ്ടും ഒരിക്കൽ കൂടെ ഇവിടെ പരാജയപ്പെടുകയാണ്. അപ്പോൾ ഈ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള കുത്തുകൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ 1998 ഇവിടെ നിൽക്കുമ്പോഴും കെ കരുണാകരൻ 96 പരാജയപ്പെടുമ്പോഴും അന്ന് കോൺഗ്രസ് പാർട്ടിയിലെ ആഭ്യന്തര സംഘർഷങ്ങൾ വളരെ ശക്തമായിരുന്നു. അത് ആ തെരഞ്ഞെടുപ്പിനെയൊക്കെ ബാധിച്ചെങ്കിലും അദ്ദേഹം വെറും 1200 വോട്ടിന്, ഞാൻ വെറും 18,000 വോട്ടിനുമാണ് തോറ്റത്. അതായത് ഞാൻ അന്ന് 98 മത്സരിക്കുമ്പോൾ ഞാനൊരു ഗ്രൂപ്പിന്റെ ആളെന്നുള്ള നിലയിൽ ശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിയിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് മറുവിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വാഭാവികമായിട്ട് വൈരാഗ്യം മനസ്സിലുണ്ടായിരുന്നു. മാത്രമല്ല പലയിടത്തും ചെന്നപ്പോഴും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും 11,000 ഒരു മൈനസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്തവണ എല്ലാം അനുകൂലമായിരുന്നു. മാർച്ച് 9, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മാർച്ച് 9 വന്നിറങ്ങിയത് മുതൽ ഇലക്ഷൻ കഴിഞ്ഞ അന്ന് വരെ ഒരിടത്തും ഒരു നെഗറ്റീവായിട്ടുള്ള ട്രെൻഡ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ സ്ഥാനാർത്ഥി പര്യടനം നടത്തുമ്പോൾ, ഇപ്പൊ സുരേഷ് ഗോപി ആണെങ്കിൽ കഴിഞ്ഞ ഈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥി പര്യടനം അങ്ങനെ നടത്തിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ്. അദ്ദേഹം ചില കുടുംബയോഗങ്ങൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മത്സരം UDF LDF തമ്മിലാണ് എന്നുള്ളൊരു പ്രതീതിയായി. എനിക്ക് തോന്നുന്നത് തൃശൂർ പൂരം മുതൽക്കാണ് കാര്യങ്ങൾ പാളാൻ തുടങ്ങിയത്. തൃശൂർ പൂരം സർക്കാരിനെതിരായി. അത് യൂട്ടിലൈസ് ചെയ്യാൻ UDFന് കഴിഞ്ഞില്ല. പക്ഷെ UDF അങ്ങനെ പൂരം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളത് അന്ന് അധികം പറയാഞ്ഞു. പക്ഷെ അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, ഇത് കമ്മീഷന്റെ പ്രവൃത്തി ആരെയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇപ്പൊ അത് ഫലവത്തായി. അന്ന് പറഞ്ഞു ആ നടപടി BJPക്ക് വളരെയധികം ഗുണം. അതിന് പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡീലിന്റെ ഭാഗമുണ്ട്, കമ്മീഷണറുടെ ഡീലിന്റെ ഭാഗമായി മാറി. തീർച്ചയായും കമ്മീഷണർ LDFന്റെ ഒരു ഡീലിന്റെ ഭാഗമായിട്ട് അന്ന് പ്രവർത്തിച്ച. പക്ഷെ അതിന്റെ ഗുണം പോയത് BJPയാണ്. ഇനി ഒരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല. കാരണം ഈ മത്സരിക്കാനുള്ളൊരു മൂഡ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട്
തൽക്കാലം പൊതുരംഗത്ത് തന്നെ തൽക്കാലം ഒന്ന് വിട്ടുനിന്നു. പൊതുരംഗത്ത് കുറച്ചു കാലം വിട്ടുനിൽക്കുക. അല്ല, അതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. തൽക്കാലം ഒന്നിലേക്കുമില്ല. അല്ല, അതിപ്പോ ഒരു കാര്യമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ഷനിൽ എനിക്ക് ആ ഒരു പ്രയാസമുണ്ടായ ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ പ്രധാനമന്ത്രി വന്നു. സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു. എനിക്ക് ആ ഒരു DK ശിവകുമാർ കാലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു. ഇനിയിപ്പോ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നേതാക്കൾ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കള് വേണ്ടത്ര പരിഗണന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേക്ക് നൽകിയില്ല എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് അന്ന് ഫുഡ് പോയ്സൺ കാരണം വരാഞ്ഞതാണ്. പക്ഷെ മറ്റ് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോട്ടെ, ഇനി അത് ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നേതാക്കൾ പ്രചരണത്തൊന്നും, അതായത് ദേശീയ തലത്തിലുള്ള നേതാക്കൾ ഉൾപ്പെടെ പ്രചരണത്തിൽ വിട്ടെന്ന് പറയാം. അതെ അതെ. അപ്പൊ ഇത് എത്ര കാലത്തേക്ക് ഇപ്പൊ നമ്മള് പൊതു രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം? പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയുള്ള കാര്യമില്ല. തൽക്കാലം പൊതുരംഗത്തേക്കില്ല. ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കും ഇല്ല. കാരണം സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണം എന്ന് പറയും. ഇനി ചെറുപ്പക്കാർ വരുമ്പോ ഞാൻ മാറി ഷാഫി വന്നപ്പോ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്ത തവണ തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ. നിയമസഭയിലേക്കും കുറെ ചെറുപ്പക്കാർ വരട്ടെ. ഇനി മത്സരരംഗത്തില്ല. നേരത്തെ ചോദിച്ചോ, ഈ ഇങ്ങനൊരു തുറുപ്പ് ചീട്ട നൽകാണ് താങ്കൾ തൃശ്ശൂരിന് വലിയൊരു ഓളം ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ, അതായത് എന്നാൽ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ വ്യക്തിപരമായി താങ്കളുടെ പ്രശ്നം കൊണ്ടല്ല ഈ മത്സരത്തിൽ പരാജയപ്പെടുന്നത്. അപ്പൊ വ്യക്തിപരമായി എനിക്ക് അതിലൊരു പങ്ക്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് സംഘടന നിലയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാവില്ലേ? അല്ലെങ്കിൽ താങ്കളെ പോലെ ഒരാൾ വരുന്നു, ഭയങ്കര ക്രൗഡ് പുള്ളർ എന്ന നിലയ്ക്ക് വരുന്നു, ഒരുപാട് ആളുകൾ വരുന്നു, പല ആളുകളും വിട്ടുനിന്ന പല ആളുകളും താങ്കൾക്ക് വേണ്ടി പ്രചാരണ രംഗത്തുണ്ടാകുന്നു. പക്ഷെ എന്നിട്ടും വിജയിക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന് ഒരു പങ്കുണ്ടാവില്ലേ? അതെ, എന്തിനാ ജില്ലാ നേതൃത്വത്തിന് മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ കുറെ പ്രയാസത്തിലാണ്. അത് മാറ്റിയെടുക്കണമെന്നേ ഞാൻ പറയുന്നത്. അതല്ല അത് കാരണം തോറ്റു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു പ്രയാസം എനിക്കുള്ള മറ്റൊന്നുമല്ല. ഇവിടെ LDF ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലേ? നിയമത്ത് കഷ്ടപ്പെട്ടിട്ടാണ് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത്. ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് പോലും അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്കുണ്ട്. അതെ, 2 ഭാഗത്തും ഉണ്ടായിരുന്നല്ലോ. അടിയൊഴുക്കുണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ BJPക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ സ്ഥാനാർത്ഥി പോലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്തൊരു സ്ഥലത്ത് എങ്ങനെ 75,000 വോട്ടിന് ജയിച്ചു? കലാശക്കൊട്ടിന്റെ സമയത്ത് കലാശക്കൊട്ടിലേക്ക് വേണ്ടി എല്ലാവരും മാറ്റിവെച്ചു. കലാശക്കൊട്ട് ഒട്ടും മോശമായിട്ടില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് രാവിലെ ഞാൻ വെറുതെ ഒരു പൈലറ്റിനെയും വെച്ചിട്ടല്ല പോണ്ടത്. അത്രയും സമയം തൃശ്ശൂർ ടൗണിൽ തന്നെ പലയിടത്തും നേരിട്ട് വോട്ടർമാരെ കാണാൻ സമയം മാറ്റിവെച്ചു. അല്ല, അതിന്റെ മെച്ചമുണ്ട്. അതുകൊണ്ടാണ് 2ാം സ്ഥാനത്ത് വന്നല്ലോ. അതില് 2ാം സ്ഥാനത്ത് വന്നതിൽ കുറെ അധ്വാനം തേറമ്പിൽ രാമകൃഷ്ണൻ കുറെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ താല്പര്യം എടുത്തുകൊണ്ടാണ് തൃശ്ശൂരെങ്കിലും 2ാം സ്ഥാനത്ത് വന്നത്. ഇരിഞ്ഞാലക്കുടയും 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്.